അങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴത്തേക്കിനും ഞാൻ ചുമ്മാ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ലുലുവിൽ പോകാം. അപ്പം ഞങ്ങളെല്ലാം കൂടെ ലുലുവിൽ പോവാണ്. അപ്പം കേട്ടിട്ടേ ഉള്ളൂ കോയമ്പത്തൂർ ലുലുവെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും നമ്മളവിടുത്തെ ലുലു പോലൊന്നുമല്ല, ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്. അകത്ത് കയറി വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ അകത്ത് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം തിരിച്ച് പോകാനായിട്ട് നോക്കിയപ്പോഴത്തേക്കിനും മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മയിലിരിക്കുന്നു. തൊട്ടപ്പുറത്ത് കാടുണ്ട്, അപ്പോൾ അവിടുന്ന് വരുന്ന മയിലുകളാണ്. ലുലു ഒക്കെ കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നല്ല ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ നല്ല ബിരിയാണി കിട്ടും, ഹൈദരാബാദ് ബിരിയാണി കിട്ടും. അപ്പോൾ ഞങ്ങൾ ആ ഒരു ബിരിയാണി കിട്ടുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ വന്നു. ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു കടയാണ്. അടിപൊളിയാണ്, അതിൻ്റെ പുറത്തുനിന്ന് കാണാനൊക്കെ അടിപൊളിയാണ്. അകത്ത് കയറിയപ്പോഴത്തേക്കും നല്ല ആംബിയൻസ് ആയിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ, അപ്പുറത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഫുഡിന്. അവർ 10 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ടൈം നോക്കി, 10 മിനിറ്റ് തന്നെയാണ് എടുക്കുന്നത് നോക്കി. അങ്ങനെ പ്ലേറ്റ് വന്നു. അതിന് ശേഷം റൈത്ത എന്ന് പറഞ്ഞിട്ട് നമ്മളെ സവോളയും തൈരൊക്കെ വെച്ചിട്ടൊരു സംഭവം. അതിന് ശേഷം കത്രിക്ക വെച്ചിട്ട് ഒരു ചാറ് കറി. അങ്ങനെ ബ്രെഡ് ഹലുവ വന്നു. അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞ സമയത്ത് തന്നെ കൊണ്ടുവന്നു കേട്ടോ ബിരിയാണി. അപ്പോൾ കൊണ്ടുവന്നപ്പം തന്നെ നല്ല സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു, അടിപൊളി സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മുട്ടയുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് 220 രൂപ കേട്ടോ ഒരു ഇത് പ്ലേറ്റ് വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം 2 പേർക്ക് ന്യായമായ രീതിയിൽ കഴിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 എണ്ണമാണ് മേടിച്ചത്, 2 പ്ലേറ്റാണ് മേടിച്ചത്. അപ്പം ഞങ്ങൾ 5 പേരോളം ഉണ്ട്. അപ്പം ഞാൻ ചിക്കൻ കഴിക്കത്തില്ല, ഇപ്പം കുറച്ച് നാളായി ചിക്കന്. അപ്പം ഞാൻ റൈസ് മാത്രമാണ് എടുക്കുന്നത്. സംഭവം 220 രൂപയ്ക്ക് എനിക്ക് ലാഭം തന്നെ തോന്നി കേട്ടോ. 2 വലിയ ചിക്കൻ പീസും പിന്നെ ആവശ്യത്തിന് റൈസും ഉണ്ട്. 5 പേർക്ക് സുഖമായിട്ട് കഴിക്കാവുന്ന രീതിയിൽ തന്നെ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റൈസ് കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ മസാല ആണെങ്കിലും പിന്നെ ഈ കത്രിക്ക കറി അതൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇവിടെ വന്നിട്ട് ഒരു വ്യത്യസ്തമായ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുക, അതിൻ്റെ ഒരു സന്തോഷം. ലാസ്റ്റ് അവർ നമുക്ക് ജീരക മുട്ടയൊക്കെ ചെറിയ പാക്കറ്റിൽ കൊണ്ടുതരും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വണ്ടിയിൽ പോകുന്ന സമയത്ത് ഞാൻ അനിയനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈകിട്ട് ഒന്നുകൂടെ എവിടെയെങ്കിലും പുറത്ത് പോയി നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും പുറത്ത് വന്നു. അവനൊരു ചിക്കൻ നൂഡിൽസ് പറഞ്ഞു. സംഭവം ഒരുപാടുണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. ഞാനപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് ഒരു എഗ് കാളം പറഞ്ഞു. അത് നേരത്തെ കാളം പോലെ തന്നെ മുട്ടയിട്ടുണ്ടാക്കുന്ന സംഭവം. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു സംഭവം. നല്ല അടിപൊളി മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ടാക്കുന്നൊരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാനൊരു ബേൽപൂരി പറഞ്ഞു, നമ്മളെ സ്ഥിരമായിട്ട്. അതും കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു.